ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ചൈതന്യ ചൈതു കാർട്ടൂണിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. എന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ? അയ്യോ എൻ്റെ കൃഷ്ണ, ഇനി എന്ത് പറഞ്ഞ അമ്മേനൊന്ന് സമ്മതിപ്പിക്കണ്ടേ? വീട്ടിൽ കിടന്ന് വാശി പിടിക്കണ്ടായിരുന്നു. അമ്മേ അമ്മേ, മോളെ, കൂട്ടുകാരെ എല്ലാവരോടും പറഞ്ഞു പോകുവാണെന്ന്. ഇനി നമുക്ക് പ്രിൻസിപ്പലിനെ കണ്ടാലോ ടി സി വാങ്ങിക്കാനായിട്ട്? ഞാനൊരു കാര്യം പറഞ്ഞ അമ്മയ്ക്ക് എന്നോട് ദേഷ്യം തോന്നരുത്. ദേഷ്യം തോന്നില്ല, എന്നെ വഴക്ക് പറയില്ലെന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ആ പറ, ദേഷ്യപ്പെടില്ല, പറ. അത് പിന്നെ അമ്മ, എനിക്ക് എന്റെ കൂട്ടുകാരൊക്കെ കണ്ടപ്പോ ഇവിടുന്ന് പോവാൻ തോന്നണില്ല. ഞാൻ പഴയ പോലെയല്ല, നന്നായിട്ട് ഇനി പഠിച്ചോളാം അമ്മേ. ഞാൻ ഈ സ്കൂളിൽ തന്നെ നിന്നോളാം. ഇപ്പോഴാണ് നിനക്ക് ബോധോദയം ഉണ്ടായത്. വീട്ടിൽ വെച്ച് ഇങ്ങനെയൊന്നും അല്ലാന്നല്ല, അവിടെ കിടന്ന് കാറ് കൂവായിരുന്നല്ലോ. ഞാൻ ഓർത്തത് എന്റെ കൂട്ടുകാർക്കൊന്നും എന്നോട് ഒരു സ്നേഹം ഉണ്ടാവില്ലെന്നാണ്. എന്നാ അവർക്കൊക്കെ ഭയങ്കര സങ്കടം അമ്മ ഞാൻ പോണേല്. എല്ലാരും ക്ലാസ്സിൽ കിടന്ന് കരച്ചില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പഠിച്ചോളാം അമ്മ. നിനക്ക് അത്ര കടുപ്പമുള്ള, നിനക്ക് അത്രക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ നീ എന്ത് കാര്യത്തിന് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച്? ഇതിൽ വേറെ എന്തോ കള്ളത്തരമുണ്ടല്ലോ. എന്താ കുഞ്ഞേറ്റെ, സത്യം പറ. നീ അമ്മയുടെ ഇത് വെറുതെ വഴക്ക് കേൾക്കരുത് കേട്ടോ. വഴക്ക് മാത്രമല്ല, നല്ല പൊട്ടിക്കലും തരിഞ്ഞ് നുള്ളിപ്പിച്ച് ഞാൻ കൈ ഇങ്ങോട്ട് എടുക്കും. ഞാൻ സത്യം അമ്മ പറഞ്ഞത്. ഞാൻ നന്നായിട്ട് പഠിച്ചോളാം. എൻ്റെ കയ്യിൽ കള്ളത്തരം ഉടായിപ്പൊന്നുമില്ല. എൻ്റെ ഈ പവിത്രമായ മുഖം കണ്ടിട്ട് അമ്മക്ക് തോന്നുന്നുണ്ടോ എനിക്ക് എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെന്ന്? ആദ്യം നീ നിന്റെ കള്ളക്കരച്ചിലും നിർത്ത. എനിക്കത് കണ്ടിട്ട് തന്നെ ദേഷ്യം വരുന്നുണ്ട്. ഈ കള്ളക്കരച്ചിലും കൊണ്ട് വന്നു കഴിഞ്ഞാൽ തല്ലാത്തവര് പോലും നിന്നെ പിടിച്ച് തല്ലിപ്പോവും. ഞാൻ കരച്ചിൽ നിർത്താം. കരച്ചിൽ നിർത്തി അമ്മ ഞാൻ പറഞ്ഞ കാര്യം സമ്മതിച്ച് എന്നെ ഇവിടെ തന്നെ നിർത്തുവോ? ഞാൻ മാത്രം തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ലല്ലോ ഇത്. നിന്റെ അച്ഛനും നീ ഒന്ന് വിളിച്ചു നോക്കിട്ടെ. അച്ഛൻ എന്താ പറയുന്നത്, നമുക്ക് അതുപോലെ തീരുമാനിക്കാം. അമ്മ സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ സമ്മതിക്കും, ഉറപ്പാ. അച്ഛനെ സമ്മതിപ്പിക്കാനൊക്കെ എനിക്കറിയാം. എന്താ കുഞ്ഞാറ്റെ നിന്റെ വിചാരം? ഞങ്ങളെന്നാ നിന്റെ കളിപ്പാവയാണെന്നാണോ? തോന്നുമ്പോ നിന്റെ ഇഷ്ടത്തിന് തുള്ളാനായിട്ട്. ഇങ്ങനെ തോന്നുമ്പോ നിന്റെ ഇഷ്ടത്തിന് തുള്ളിയാണ് നീ വഷളായി പോയത്. ഒറ്റ മോളല്ലേ എന്നോർത്ത് കൊഞ്ചിച്ച് ലാളിച്ചും വഷളാക്കിയതിന്റെ കുരുത്തക്കേട് മൊത്തം കാണാനുണ്ടോ നിന്റെ സ്വഭാവത്തില്? നീ അതൊക്കെ മാറ്റിയെടുക്കുന്ന സമയമായി. ഞാനിപ്പോൾ ആലോചിക്കുന്നത് നിന്നെ ഇവിടെ ദൂരത്തോട്ടെങ്ങാനും മാറ്റി വല്ല ബോർഡിങ്ങിനെ നിർത്തി പഠിപ്പിച്ചാലോ എന്നാ. അവിടെ നിൽക്കുമ്പോൾ നീ ഞങ്ങളുടെ വില എന്തായാലും മനസ്സിലാക്കും. എനിക്ക് ഇവിടുന്ന് പോവണ്ടമ്മ, എനിക്ക് പോവണ്ട. ഞാനൊരു കുത്തക്കേടും കാണിക്കില്ലമ്മ. നന്നായിട്ട് പഠിച്ചോളാം. അമ്മ നോക്കിക്കോ, അടുത്ത പരീക്ഷയ്ക്ക് എനിക്ക് നല്ല മാർക്കുണ്ടാവും. എനിക്ക് അടുത്ത പരീക്ഷയ്ക്ക് മാർക്കില്ലെന്നുണ്ടെങ്കിൽ അമ്മ എന്നെ ഇവിടുന്ന് മാറ്റിക്കോ പ്ലീസ് അമ്മ. ഞാൻ അമ്മേന്റെ കാല് പിടിക്കാം. ഞാൻ നിന്നോട് കുറെ നേരമായിട്ട് പറയണ്ട, നിന്റെ കരച്ചിലൊന്ന് നിർത്ത്. കണ്ടോണ്ട് വന്നവരെന്താ വിചാരിക്കാൻ? ഞാൻ നിന്നെ തല്ലിയിട്ടോ വല്ലോ ആയിരിക്കുമെന്നല്ലേ? ഇതൊരു സ്കൂളാണ്, നീ ആദ്യം ഒന്ന് കരച്ചിൽ നിർത്ത്. ആ, കരച്ചിൽ നിർത്താം. അമ്മ ഒന്ന് ഫോൺ വിളിച്ച് അച്ഛനെ വിളിച്ചു തന്നേ. ഞാൻ അച്ഛനോട് സംസാരിക്കാം. വേണ്ട, ആദ്യം ഞാൻ പറയാനുള്ളതൊക്കെ പറയാം. അച്ഛൻ എന്താ പറയണേന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അച്ഛൻ മിക്കവാറും ഓഫീസിൽ നിന്ന് ലീവ് എടുത്തു വന്ന് നിന്നെ തല്ലും. ഏയ്, എൻ്റെ അച്ഛനല്ലേ. എൻ്റെ അച്ഛൻ എന്നെ തല്ലത്തൊന്നുമില്ല. അമ്മ വെറുതെ എന്നെ പേടിപ്പിക്കാൻ നിൽക്കണ്ട. അമ്മ ഫോൺ എടുക്ക, അച്ഛനെ വിളിക്ക്. വിളിക്കാം. ഇനി അച്ഛൻ്റെ വൈകിക്കണം കൂടി എന്നെ കേൾപ്പിച്ചാലോ നിനക്ക് തൃപ്തിയാവണമെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? ഹലോ, ഏട്ടാ, ഓഫീസിലാണോ? തിരക്കിലാണോ? എനിക്കൊരു കാര്യം പറയാനായിരുന്നു. ഓഫീസിലാണ്, പക്ഷെ തിരക്കൊന്നുമില്ല. ഞാനിപ്പോൾ ക്യാൻറ്റീനിലോട്ട് ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാ. എന്താ കാര്യം? ടി സി വാങ്ങിച്ചോ മോളുടെ? ഏട്ടാ, ഞാനത് പറയാൻ തന്നെ വിളിച്ചത്. ഇവിടെ വന്ന് കൂട്ടുകാരെ കണ്ടപ്പോഴത്തേക്ക് അവൾക്ക് ടി സി വാങ്ങിക്കേണ്ട, അവൾ ഇവിടെ തന്നെ പഠിച്ചോളാം, നന്നായിട്ട് പഠിച്ചോളാം എന്നൊക്കെ പറയണത്. ഞാൻ എന്താ ചെയ്യണ്ടേ? സാരമില്ലടി, കുഞ്ഞു കുട്ടിയല്ലേ. അവളുടെ ഇഷ്ടം എന്താന്ന് വെച്ചാ അതുപോലെ ഒന്ന് നടക്കട്ടെ.
അവളുടെ ഇഷ്ടമല്ലേ അവൾ ഇവിടെ പഠിക്കണമെന്നൊക്കെ. വല്ല കൂട്ടുകാരോടും വഴക്കുണ്ടാക്കിയപ്പോഴും വല്ല ആയിരിക്കും ഒക്കെ ടി സി മേടിച്ച് പോകണമെന്നൊക്കെ തോന്നിയത്. ഇപ്പം അവരെങ്ങാനും മിണ്ടി കാണും. നീ വെറുതെ എന്താണെന്നൊന്നും ചോദിച്ചാൽ അവളെ ബുദ്ധിമുട്ടിക്കണ്ട കേട്ടോ. എന്നാൽ ടി സി വാങ്ങിക്കണ്ട, അവളെ സ്കൂളിലാക്കിയിട്ട് നീ തിരിച്ചു പോരും. അവൾ വൈകുന്നേരം സ്കൂൾ ബസ്സിന് വന്നോളുമല്ലോ. ആ ബെസ്റ്റ്, നല്ല അച്ഛൻ. ഇങ്ങനെ തന്നെ വേണം കേട്ടോ. മകളിങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കി ഒരനുസരണയില്ല. അവളുടെ താളത്തിനൊക്കെ തുള്ളിക്കോ. ശരി, എന്നാ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. അമ്മ ഇങ്ങോട്ട് താ, ഞാൻ പറയാം. എന്നെ അടി അവൾ അവിടെ കൊണ്ടു ഒച്ച എടുക്കുന്നേ. അവക്ക് ചേട്ടനോട് സംസാരിക്കണമെന്ന്. അയ്യോ, എനിക്ക് ഓഫീസിൽ തിരക്കാണ് കേട്ടോ. ഞാൻ ടീ കുടിച്ചു കഴിഞ്ഞു. ഞാൻ ഓഫീസിലോട്ട് വർക്കിന് കയറാൻ പോവാ. വൈകുന്നേരം വന്നിട്ട് സംസാരിക്കാന്ന് പറയട്ടോ അവളോട്. ആ ശരി ഏട്ടാ. അമ്മ എന്നാ പറഞ്ഞമ്മ അച്ഛൻ? ആ അത് പിന്നെ നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, നീ ഇവിടെ തന്നെ പഠിക്കട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷം കണ്ടിരിക്കാൻ വയ്യേ. ലവ് യു അച്ഛ, ലവ് യു അമ്മ. ആ നിന്റെ സോപ്പൊക്കെ അങ്ങ് കഴുകി വെച്ചാൽ മതി. മര്യാദക്ക് ക്ലാസ്സിൽ പോരുന്ന മര്യാദക്ക് പഠിക്കാൻ നോക്ക്. ഞാൻ പോവുക. വൈകുന്നേരം സ്കൂൾ ബസ്സിന് വന്നാൽ മതി കേട്ടോ. ആ ശരി അമ്മ. ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ കേട്ടോ. നാളെ നല്ലൊരു എപ്പിസോഡായിട്ട് നമുക്ക് നാളെ കാണാം. കൂട്ടുകാരെ, നിങ്ങളുടെ ആരുടെയെങ്കിലും പേര് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും പറയാം കേട്ടോ. ടാറ്റാ, ബൈ, ലവ് യു ഉമ്മ.